ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ശ്രീനാഥിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ശ്രീനാഥിൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആ സമയത്ത് വസുന്ധരയും അതുപോലെ വിവേകും ധനപാലനൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എൻ്റെ മകൻ്റെ നിശ്ചയമാണ്, അതായത് വർഷയെ വിവാഹം ചെയ്യാൻ പോകുന്നത് എൻ്റെ മകൻ വിവേകാണ്, അല്ലാതെ ശ്രീനാഥല്ല. ശ്രീനാഥിൻ്റെ കല്യാണം സ്വന്തം അച്ഛനും അമ്മയെ അറിയിച്ച് തന്നെയാണ് അവൻ നടത്തുകയുള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവൻ ഇതുവരെ എന്ന് ചോദിക്കുന്നു കേട്ടോ. ആ സമയത്ത് ശരിയാണോടോ ഇവർ ഈ പറയുന്നത്? അതല്ലേ ഞാൻ കുറച്ച് നേരമായിട്ട് അച്ഛനോടും അമ്മയോടും പറയാനായിട്ട് ശ്രമിക്കുന്നത്, പക്ഷേ നിങ്ങളത് കേൾക്കാൻ പോലും നിൽക്കുന്നില്ലല്ലോ, അതല്ലേ പ്രശ്നം. ഇവളുടെ തലയിൽ മറ്റൊരാളും കൂടി കയറാനായിട്ട് പോവുകയാണ്. വീണ്ടും വർഷയ്ക്കിട്ട് പിന്നെയും പണി കൊടുക്കണം കേട്ടോ ആ സ്ത്രീ. കാരണം ജാതക ദോഷമുള്ള ഒരു പെൺകുട്ടിയാണ് ഇവള്. ഇവളെ കണ്ട അന്ന് മുതൽ തന്നെ ഞങ്ങളുടെ മകൻ ഞങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങിയതാണ്. അതുപോലെ നിങ്ങളൊരു അമ്മയല്ലേ, ഞാനൊരു അമ്മയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുകയാണ്, ഇവളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനോടുള്ള സ്നേഹവും അവന് തിരിച്ചുള്ള സ്നേഹവും ഒന്നടങ്കം നഷ്ടപ്പെട്ടേക്കാം. കാരണം ഇവളുടെ ജാതക പ്രകാരം ഇവൾക്ക് ദോഷമുള്ള കുട്ടിയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ എന്നാൽ അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ എന്തായാലും വിവേകിൻ്റെയും അതുപോലെ വർഷയുടെയും നിശ്ചയത്തിന് എന്തായാലും മണ്ഡപത്തിലേക്ക് വരണം എന്ന് പറയുന്നു ധനപാലൻ. അയാളാണെങ്കിലോ, അതായത് ശ്രീനാഥിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങളുടെ പട്ടി വരുമെന്ന് പറയുന്നു. ഇനി അതിനിപ്പോൾ സമയമൊന്നുമില്ല, നിങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വായോ, ഇവളുടെ ഒരു കാര്യത്തിലും ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു കേട്ടോ. ആ സമയത്ത് ആൻറ്റി ക്ഷമിക്കണം എന്നൊക്കെ ശ്രീനാഥ് പറയുന്നുണ്ട്. പിന്നെ വർഷയുടെ ജാതകത്തിൽ പ്രശ്നമുണ്ട് ശ്രീനാഥ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് അച്ഛനും അമ്മയും വെറുതെ പറഞ്ഞതാണ്. വർഷയുടെ ജാതകത്തിൽ ഒരു പ്രശ്നമില്ല ആൻറ്റി, അത് അച്ഛനമ്മയും വെറുതെ പറയുന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ധനത്തിനോട് ചോദിക്കുന്നു. അപ്പോൾ ധനപാലൻ പറയുന്നുണ്ട് വർഷയുടെ ജാതകം നമ്മൾ നോക്കിയതല്ല. ധനത്തിന് ഉറപ്പുണ്ടോ ഇവരുടെ ജാതകം തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത്? ഞാൻ ഉറപ്പ് പറയുന്നു വസു, എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും ജാതകപ്രകാരം പ്രശ്നമൊന്നുമില്ല. ശ്രീനാഥിൻ്റെയും വർഷയുടെ ജാതകപ്രകാരമായിരിക്കും പ്രശ്നം, അതുകൊണ്ടാണല്ലോ ഇവരുടെ വിവാഹം നടക്കാഞ്ഞത്. പക്ഷെ നമ്മുടെ മകൻ്റെയും അതുപോലെ വർഷയുടെ ജാതകപ്രകാരം ഒരു പ്രശ്നമില്ല, ഞാൻ ഉറപ്പ് തരുന്നു. ഇതിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധനത്തിന് ഞാൻ വെറുതെ വിടില്ല എന്നും വസുന്ധര പറയുന്നുണ്ട്. ഇത് ഞാൻ ഉറപ്പ് തരുന്നു, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. എന്നാൽ പിന്നെ നടക്കാം എന്ന് പറഞ്ഞ് പോകുന്നു. ആ സമയത്ത് എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് ശ്രീയേട്ടാ? മാത്രമല്ല ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഞാൻ അത്രമേൽ സന്തോഷിച്ചു, പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടായി. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, പെട്ടെന്ന് നമുക്ക് ചെല്ലാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചെല്ലുന്നു. അങ്ങനെ മണ്ഡപത്തിലെത്തുന്നു. എന്തായാലും ഞങ്ങൾ ഗ്രീൻ റൂമിൽ പോയിട്ട് വർഷയെ ഒരുക്കട്ടെ. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, മണ്ഡപത്തിൽ പോയി കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീനാഥും പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ എന്തിനാ വർഷയ്ക്ക് ഒരുക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും, വർഷ അല്ലെങ്കിൽ സുന്ദരിയാണെന്നുള്ളതാണ് കേട്ടോ ശ്രീയേട്ടൻ പറയുന്നത്. അപ്പം ഞാൻ സുന്ദരിയല്ലേ, ശ്രീനാഥ് എൻ്റെ കാര്യം മാത്രം ഒന്നും പറയാറില്ല എന്ന് അഭി പറയുന്നു കേട്ടോ. ആ സമയത്ത് ശ്രീക്ക് ഒന്നും പറയാനില്ല, അങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ അഞ്ജുവും ശിവയും കൂടി സംസാരിക്കുന്നുണ്ട്. വക്കീലിനെന്താ ശ്രീയേട്ടനോട് ഇത്ര ഒരു അറ്റാച്ച്മെൻറ്റ്? ശ്രീയേട്ടന് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. വക്കീൽ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രീയേട്ടൻ അത് മാനത്ത് കണ്ടിട്ടുണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോഴത്തേനും അഭി ചോദിക്കുന്നുണ്ട് എന്നെപ്പറ്റി പരദൂഷണം വല്ലതും പറയുകയാണോ? ഏയ് അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വർഷയെ ഒരുക്കാനായിട്ട് പോന്നു. അങ്ങനെ വിവേക് വന്നിറങ്ങുന്നു കേട്ടോ. ധനപാലനാണെങ്കിലോ വലത്തുകാല് വെച്ചിട്ട് തന്നെ ഇറങ്ങണമെന്നും ശുഭകാര്യങ്ങൾ നടക്കുമ്പോൾ അങ്ങനെ നടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ധനം മര്യാദയ്ക്കൊന്ന് ഇറങ്ങുക, ഏത് കാല് വെച്ച് ഇറങ്ങിയാലും ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു. പിന്നെ ധനം ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല, വരുന്നവരെയൊക്കെ സ്വീകരിക്കാൻ വേണം. പിന്നെ മോനെ വിവേക് നീ ചെല്ല്, ഗ്രീൻ റൂമിൽ പോയിക്കോ, കൺമണി വന്നാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അവസാനത്തൊരു ടച്ചപ്പ് അവൾ ചെയ്തോളും. പിന്നെ അത് മാത്രമല്ല എന്തായാലും മണ്ഡപത്തിലെ കാര്യങ്ങൾ ഞങ്ങൾ പോയി നോക്കട്ടെ, വാ മല്ലിക എന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. പെട്ടെന്ന് ശ്രീനാഥ് അവിടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന സമയത്ത് രാഘവനെ കാണുന്നു കേട്ടോ. രാഘവൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണെന്നുള്ളത് ശ്രീനാഥിന് നന്നായിട്ട് അറിയാം. പക്ഷേ രാഘവനാണെങ്കിലോ ശ്രീനാഥിൻ്റെ കയ്യിൽ പിടിക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ ഓടുന്നുണ്ട്. പിന്നീട് ഗ്രീൻ റൂമിൽ നമ്മുടെ വർഷം നന്നായിട്ട് ഒരുങ്ങുന്നു. കൺമണിയെ വെയിറ്റ് ചെയ്യാണ്. ഇത്രയും സമയം കൺമണിയെ കാണാനില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ആലോചിക്കുകയാണ്. കൺമണി കൃത്യസമയത്ത് എത്തും. എത്തിയാൽ മതിയെന്ന് ബാക്കിയുള്ളവരും പറയുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ട് നമ്മുടെ കൃഷും കൺമണിയും കൂടി അവിടെ എത്തുന്നു കേട്ടോ. ആൻറ്റി ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ? ഇല്ല മോളെ, ഇത് ആൻറ്റിക്ക് കാണണോ? ഡ്രസ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കാണുന്നു വേണ്ട, വർഷം ഇട്ടതിന് ശേഷം മാത്രം കണ്ടാൽ മതി, മോള് ചെല്ല്, അവൾ ആ ഗ്രീൻ റൂമിലുണ്ടെന്ന് പറയുന്നു. വീണ്ടും ശ്രീനാഥിൻ്റെ മുന്നിൽ രാഘവൻ വന്ന് പെടുന്നുണ്ട്. പക്ഷേ അവനതിന് പിടികൂടാൻ സാധിക്കുന്നില്ല, ഓടുന്നു. പിന്നീടാണെങ്കിൽ അഭിയാണെങ്കിൽ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് കൺമണിയും കൃഷ്ണൻ കൂടിയും വന്നിട്ട് അഭിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ എങ്ങനെ മനസ്സിലായി?
അഭിയെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് വർഷയ്ക്കുള്ള ഡ്രസ്സാണ്, അവൾക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കൺമണിയും കൃഷ്ണനും മറ്റൊരാളെ കാണുന്നുണ്ട്, മാനസയും അവളുടെ വാലിനെയും. ആ സമയത്താണ് എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് ഈ പരിപാടി കോളാക്കുമെന്ന് കൃഷ്ണന് നല്ല പേടിയുണ്ട് കേട്ടോ. കൺമണി, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഞാൻ ചെയ്യണോ? വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ നിന്നെ ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും മനസ്സിൽ കണ്ട് തന്നെയാണ് മാനസ അവിടേക്ക് വരുമ്പോട്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. പിന്നീടാണെങ്കിലോ ശ്രീനാഥ് വലിയ ടെൻഷനിലാണ്. അഭി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുന്നത്? അഭി, ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? നീ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് നിന്നോട് മാത്രമായിട്ട് പറയാം. നീ പക്ഷേ ആരോടും പറയരുത്, എല്ലാവർക്കും ടെൻഷനാവും. എന്താ ശ്രീ, പറയൂ. ആ രാഘവനോടെ ഉണ്ടെന്ന് പറയുന്നു. എന്താ നീ പറയുന്നത്? അതെ, രാഘവനോടെ ഉണ്ട്. അവനാകെ പ്രശ്നം ഉണ്ടാക്കും. അന്നേ അവനെ പോലീസിൽ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നിശ്ചയം കോളാക്കും. അഭി, ഒന്നും പറയാൻ പറ്റില്ല. അവനെ പിടി കൂടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു, പക്ഷെ കിട്ടുന്നില്ല എന്ന് പറയുന്നു കേട്ടോ. അഭിക്കും ടെൻഷൻ ആവുന്നുണ്ട്. പെട്ടെന്ന് മണ്ഡപം കാണുമ്പോൾ സമയത്ത് നമ്മുടെ ശ്രീക്ക് ആകെ ടെൻഷൻ ആവുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അവിടെ വർഷയും ശ്രീനാഥ് ഇരിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ് ശ്രീ, നമുക്കറിയാം. ഒരു പക്ഷേ എന്താ ഇനി സംഭവിക്കാനായിട്ട് പോകാന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം.